ഹായ് നമസ്കാരം, ഞാൻ സജു. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ സജൂസ് ഫാമിലാണുള്ളത്. സജൂസ് ഫാമിലെ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഓറഞ്ച് നമ്മുടെ ഫാമിൽ നന്നായിട്ട് കായ്ച്ചു നിന്നാണ്. ഏതാണ്ട് 10-12 ഓറഞ്ച് വരെ ഉണ്ടായിരുന്നു. അത് നാഗ്പൂർ ഓറഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതാണ് വാങ്ങിച്ചത്. പക്ഷേ അതിൽ ഇടയ്ക്കൊക്കെ വീണ് പോയത് കംപ്ലീറ്റ്. ഇപ്പോൾ ഒരെണ്ണം മാത്രം നന്നായിട്ട് അത് പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതിൻ്റെ വിളവെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ രാവിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ ഇന്ന് ഉച്ച സമയമാണ്, ഇപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഒഴിക്കും. ഇന്ന് അതിന് പകരമായിട്ട് ഇന്ന് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഫ്രൂട്ട്സ് പ്ലാന്റ് വിളവെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും മോളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് കണ്ടില്ല, ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സ്, വെറൈറ്റി ഫ്രൂട്ട്സുകളാണ്. അങ്ങോട്ട് എല്ലാം വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് ഉള്ളത് നമ്മുടെ ഇതിൽ. കണ്ടില്ലേ, അബിയു, അങ്ങനെയുള്ള ഓറഞ്ച്, എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഐറ്റംസ് ഞാൻ എൻ്റെ ഈ സജൂസ് ഫാമിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വന്ന് കാണാൻ ശരിക്കും കൂട്ടുകാരൊക്കെ വിളിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ കാണുന്നുണ്ട്, വന്നൊക്കെ കാണുന്നുണ്ട്. അതൊരു സന്തോഷമാണ് അവർക്ക് കാണുമെന്ന് പറയുമ്പോഴേക്കും. അങ്ങനെ ഞാൻ വിളിച്ചു വിട്ട് കാണിക്കാറുണ്ട്. നമ്മുടെ ഇതിനകത്തൊക്കെ തന്നെ മിക്ക ഫ്രൂട്ട്സും ഉണ്ട്, വെറൈറ്റി ആയിട്ട്. അബിയു, ജബോട്ടിക്ക, ബനാന സപ്പോട്ട സാധാരണ സപ്പോട്ടയും കാട്ടി കുറേ കൂടെ വ്യത്യാസമുള്ളതാണ്. ബനാന സപ്പോട്ട അതൊക്കെ ഉണ്ടല്ലേ. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പം നല്ല ഒരു സന്തോഷമായിട്ട് നമ്മൾ പോകുന്ന ഒരു കാര്യം. നമ്മുടെ മെഡൂസ പൈനാപ്പിളാണിത്. മെഡൂസ പൈനാപ്പിൾ അത് പഴുത്ത് തുടങ്ങി, നല്ല പഴുത്തിട്ട് അത് വിളവെടുക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ വിളവെടുക്കാൻ വന്നതെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് നമ്മുടെ നാഗ്പൂർ ഓറഞ്ച് തന്നെയാണ്. അതിൻ്റെ ഒരു വിളവെടുപ്പാണ് സംഭവം. ഞാൻ അതിലോട്ട് നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ. അതിനകത്ത് ഈ ഒടിച്ചു കുത്തി നാരകം, സീഡ്ലെസ് ലെമൺ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിന് നമ്മുടെ ഫാമിൽ. അപ്പം വരുന്നവർക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത്, നല്ല പ്ലാന്റ്. ഇപ്പം ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഞാൻ വിളവെടുക്കുകയാണ്. ഓറഞ്ചാണ്, അതൊന്ന് വിളവെടുത്തപ്പോൾ നിനക്കാണ് ഇന്നത്തെ ചാൻസ്. എല്ലാ പ്രാവശ്യം ഞാനാണ്. അപ്പോൾ ഓറഞ്ച് കാണിക്കണ്ടേ, ഓറഞ്ച് ആദ്യം കാണിച്ചിട്ട് തന്നെ വിളവെടുക്കാം. ആണല്ലേ, ഇതാണ് നമ്മുടെ നാഗ്പൂർ ഓറഞ്ച്. ഞാനൊരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ക്യാനിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ല, സുന്ദരമായിട്ട് നല്ല അടിപൊളിയായിട്ട് വെയിൽ കിടക്കുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കാണാനൊരു ഷെയ്ഡ്. ഇപ്പം പായിരുന്നു കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഓറഞ്ച് സുന്ദരി, നല്ല പഴുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അതിനെ വിളവെടുക്കുകയാണ്. അതിനിടയ്ക്ക് എടുത്തുകൊണ്ട് അതിനെ ഒന്ന് നോക്കി വയ്ക്കും. ആ ഗ്ലാസ്സിൽ ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ. ഇവിടെ ഞാൻ വിത്തിട്ടുന്നതാണ്. അത് മുളച്ച് വന്ന് അത് തറയിൽ വീണ് പോയി. അതിനെ നോക്കി വെച്ചു. അപ്പോൾ നമുക്കതിനെ വിളവെടുക്കാം. നല്ല ഇതാണ് എൻ്റെ മകൾ അനഘ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ അവളെ കൊണ്ടാണ് ഞാൻ വിളവെടുപ്പിക്കുക. തുടങ്ങിക്കാം, നമുക്ക് വിളവെടുക്കാം. പതുക്കെ ഓക്കെ. എടുത്ത് കണ്ടില്ലേ, നമ്മുടെ ഓറഞ്ച് കണ്ടില്ലേ, ഓറഞ്ച് വിളവെടുത്തു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എങ്ങോട്ട് ഒന്ന് കാണിച്ചേ, നേരെ കാണിച്ച് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല യെല്ലോ കളറിൽ എല്ലാം ഓറഞ്ചായി പറഞ്ഞോളൂ. കുറേ കൂടെ ഈ സൈഡിന് പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും പഴുത്തിട്ടുണ്ട്, നല്ല പഴുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കൊണ്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ല് ഓളൊക്കെ കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ. നമ്മൾ പറിച്ച ഓറഞ്ച് അതൊന്ന് തൊലി കളഞ്ഞെടുത്തതാണ്. ഇതിപ്പോൾ ഈ ഓറഞ്ചിന് വെള്ള കളറാണ്. ഇത് നല്ല രുചിയാണ് കേട്ടോ, നല്ല രുചിയാണ്. 2 വർഷം കഴിഞ്ഞാൽ ഇതിന് കളറ് മാറ്റം വരുള്ളൂ എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ കളർ വരികയുള്ളൂ എന്ന് പറഞ്ഞത്.